നമസ്കാരം. മെൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊങ്കു ദേശത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നാമക്കൽ ഫോർട്ടിലേക്കുള്ള യാത്ര മധ്യേ അല്ലെങ്കിൽ യാത്രക്കിടയ്ക്കുള്ള ചില കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ ചില വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസും പങ്കുവെക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല്ലടം എന്ന് പറയുന്ന പ്രദേശത്ത് കൂടിയാണ്. ഈ പല്ലടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ സൂളൂരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പല്ലടം വളരെ പ്രധാനപ്പെട്ട ഒരു താലൂക്കാണ്. ഇതിന്റെ ചരിത്രത്തിനെ കുറിച്ച് കുറച്ച് ചരിത്രം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കോയമ്പത്തൂരിന്റെ ഭാഗമായിരുന്നു ഈ പല്ലടം ആദ്യകാലത്ത്. പിന്നീട് അത് തിരുപ്പൂര് ജില്ലയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. എന്താണ് പല്ലടത്തിന് ഇത്രമാത്രം പ്രാധാന്യം? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഏതൊരു നഗരത്തിന്റെയും വികസനത്തിന്റെ പ്രധാന അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് റോഡ് വികസനവുമാണ്. അതുപോലെ മറ്റ് ഗതാഗത മാർഗങ്ങൾ. ഇവിടെ ഈ പല്ലടം എന്ന് പറയുന്നത് റോഡും അതുപോലെ തന്നെ റെയിൽ മാർഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരത്തിൽ നിന്ന് പല നഗരങ്ങളിലേക്കുമുള്ള റോഡുകളുണ്ട്. അപ്പോൾ ഈ നഗരത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ആദ്യം കോയമ്പത്തൂരിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തിരുപ്പൂർ ജില്ലയുടെ ഭാഗമായി മാറ്റുകയാണ് ചെയ്തത്. അതായത് തിരുപ്പൂർ ജില്ലയിലെ ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ് ഈ പല്ലടം. നാഷണൽ ഹൈവേ 81 ചേർന്നാണ് ഈ പ്രദേശം കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആ റോഡിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. പുതിയ റോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വിശാലമായ റോഡുകളാണ്. ഗതാഗത തടസ്സമൊന്നുമില്ലാതെ സുഗമമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. മഴ ചെറുതായിട്ട് ഒന്ന് ചാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും വലിയ കേരളത്തിലെ പോലെ ഉള്ള അത്ര മഴയൊന്നും ഇവിടെ കാണാനില്ല. പല്ലടത്തിനെ കുറിച്ച് പറയുമ്പോൾ, പല്ലടം എന്ന് പറയുന്ന സ്ഥലം ഈ പല്ലടം താലൂക്കിന്റെ ഒരു ഹെഡ് ക്വാർട്ടർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കാൻ ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. അപ്പോ ഇവിടെ ധാരാളം തുണിമില്ലുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോൾട്രി ഫാമുകളുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ ഉണ്ട്. പിന്നെ ബ്രോയിലർ ചിക്കന്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം. റോഡ് നിയമങ്ങൾ അനുസരിച്ചിട്ട് ഓരോ റോഡും അല്ലെങ്കിൽ ഓരോ ലൈന് ഓരോ വണ്ടികൾക്കാണ്. അത് ട്രക്കിനാണെങ്കിലും അതുപോലെ ബസ്സിനാണെങ്കിലും കാറിനാണെങ്കിലും വലിയ വണ്ടി ചെറിയ വണ്ടിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ല. എല്ലാവരും എല്ലാ വഴിയിലൂടെയും അല്ലെങ്കിൽ എല്ലാ ലൈനിലൂടെയും പോകുന്നുണ്ട്. എങ്കിലും ഗതാഗത തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇത് 6 വരി റോഡാണ്. ഇവിടുത്തെ ഭാഷ തമിഴ് തന്നെ. പക്ഷെ തമിഴില് കൊങ്ക് തമിഴ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അതായത് തമിഴ് തന്നെ. തമിഴ്നാട്ടിൽ പലതരത്തിലുള്ള തമിഴുണ്ട്. അതായത് ചെന്തമിഴുണ്ട്, വടക്കൻ ഭാഗത്ത് വേറെ തമിഴുണ്ട്, തെക്ക് ഭാഗത്ത് വേറെ തമിഴുണ്ട്, ചെന്നൈ തമിഴ് വേറെയുണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ തിരുവിതാംകൂർ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഭാഷയല്ലല്ലോ കാസർഗോഡ് ഉള്ളത്, കണ്ണൂരുള്ള ഭാഷയല്ലല്ലോ തൃശ്ശൂരുള്ളത്, പാലക്കാടുള്ള ഭാഷ വേറെയല്ലേ. അതേപോലെ ഇവിടെയും വ്യത്യാസമുണ്ട്. അപ്പൊ കൊങ്ങ് തമിഴാണ് ഇവിടെ കൂടുതൽ ആളുകളും സംസാരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇവിടെയുള്ള ജനസംഖ്യ 42,225 എന്ന് പറഞ്ഞാൽ 1009 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന ഒരു റേഷ്യോ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് തുണി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 2007 ഒരു ഹൈടെക് വീവിംഗ് പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഹൈടെക് ആണ്. അതുപോലെ തന്നെ പോൾട്രി ഫാമുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്കൊക്കെ വരുന്ന സുഗുണ പോൾട്രി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുന്നാണ് വരുന്നത്. കോഴികൾ അല്ലെങ്കിൽ കോഴിമുട്ട ഒക്കെ. പിന്നീട് വേറെ കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ പയനിയർ പോൾട്രി ഗ്രൂപ്പ് ഉണ്ട്, ശാന്തി പോൾട്രി ഗ്രൂപ്പ് ഉണ്ട്, സ്വാതി പോൾട്രി ഫാം ഉണ്ട്. ഇനി ചെറുകിട ഫാമുകൾ വേറെയുണ്ട് കുറെ. ഞാൻ ചില പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇവിടത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റെവിടെയും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഈ പലയിടത്തുള്ള ബ്രോയിലർ റേറ്റ്. അതിന് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, അതായത് BCC എന്നാ പറയുക. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ല കേട്ടോ പറയണത്, അതായത് ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റി. ഇവരാണ് വിലയൊക്കെ നിശ്ചയിക്കുന്നത്, ഒരേ വിലയായിരിക്കും. അതുപ്രകാരമാണ് ഈ കോഴികളും കോഴിമുട്ടയൊക്കെ വിൽക്കപ്പെടുന്നത്. കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് അഗ്രികൾച്ചറും ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടനും ടുബാക്കോവും അടക്കം, അതായത് പരുത്തി കൃഷിയും പുകയില കൃഷിയും അടക്കം ഒരുപാട് കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സാധാരണ ഇതിന് മറ്റുള്ളിടത്തൊക്കെ ചെറുപ്പക്കാർ അഗ്രികൾച്ചറിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അഗ്രികൾച്ചറിലേക്ക് ചെറുപ്പക്കാർ വരുന്നത് കൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കൃഷിയുടെ ഇത് കുറഞ്ഞിട്ടില്ല. പോൾട്രീസ് ഫാമിന്റെ വളർച്ചയോടുകൂടി ഇവിടെ പുതുതായിട്ടുള്ള കൃഷി രീതി അല്ലെങ്കിൽ ഈ മൈസ് ക്രോപ്പ് അതും ധാരാളമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ചരിത്രം പറയുകയാണ് എന്നുണ്ടെങ്കിൽ സംഘകാലത്തുള്ള ആ കാലത്തുണ്ടായിരുന്ന ചേരന്മാര്, ചോളന്മാര്, പാണ്ഡ്യന്മാര് അവരുടെയൊക്കെ സാമന്തന്മാരായിരുന്ന ആൾക്കാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. മധ്യകാലഘട്ടത്തിൽ ചേരന്മാരുടെ കാലത്താണ് ഈ നൊയ്യാൽ നദിയിൽ നിന്നുള്ള ജലം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ പുതുതായിട്ടൊരു ജലസേചന പദ്ധതി തന്നെ അവര് ആവിഷ്കരിച്ചിരുന്നു. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ചോളന്മാരുടെ ഭരണകാലത്ത് ഇവിടെ ധാരാളം കുളങ്ങളും അതുപോലെ തന്നെ കനാലുകളും ഒക്കെ നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ വിജയനഗരത്തിന്റെ അധിനിവേശത്തിന് ശേഷമാണ് ഇവിടെ കച്ചവടവും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയും എല്ലാം ഉണ്ടായത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു, കൾച്ചറൽ പാട്രണേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഈ വിജയനഗരത്തിന്റെ വരവോടുകൂടി അതിനൊരു വ്യത്യാസം വന്നു. അവർ കുറെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുകയുണ്ടായി. അത് അധികവും വിജയനഗര ആർക്കിടെക്ചർ ആ സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തെ കർണാടകയുടെ ആ ഒരു ക്ഷേത്ര നിർമ്മിതിയുടെ രൂപം ഇവിടെ പല ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ വ്യാവസായികമായ കാര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ധാരാളം തെങ്ങുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ നിന്നാണ് തേങ്ങ അല്ലെങ്കിൽ നാളികേരമൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നത്. കേരളം എന്ന പേര് തന്നെ ഇതൊന്നും ഉണ്ടായതാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഇളനീരും തേങ്ങയൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ വികസന പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ റോഡിന് ഇരുവശത്തുമായിട്ട് ധാരാളം വ്യവസായ ശാലകളും അതുപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. പിന്നെ ഈ പലയിടത്ത് ശരിക്കും ക്ഷേത്രങ്ങളും പബ്ലിക്കായിട്ടുള്ള വർക്കുകളൊക്കെ അതുപോലെ സാംസ്കാരികമായ ഉന്നമനമൊക്കെ പിന്നീട് ഉണ്ടായത് മധുരൈ നായക്കന്മാരുടെ കാലത്താണ്. അപ്പോ ഈ മധുരൈ നായക്കന്മാരുടെ ഭരണത്തിൽ വീണ്ടും അവരൊന്ന് റിവൈവ് ചെയ്തു, തമിഴ് കൾച്ചറൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. എങ്കിലും ഈ വിജയനഗരത്തിന്റെ കർണാടക അവരുടെയൊക്കെ അധിനിവേശത്തിന്റെ ഒരു സ്വാധീനം ഇവിടുത്തെ പല സാംസ്കാരികമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട റവന്യൂ ഡിവിഷനായി മാറി. അവരാണ് പിന്നീട് ഈ കൃഷിയൊക്കെ മോഡേണൈസ് ചെയ്തത്. പുതിയതായിട്ട് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത് അവരായിരുന്നു. അതുപോലെ തന്നെ ഈ വാണിജ്യ വിളകളായിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്രോപ്സ് എന്ന് വിളിക്കുന്ന ഈ കോട്ടണൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. അവരാണ് ഇവിടെ കൂടുതലായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കാൻ, കുറച്ചുകൂടി നല്ല മുന്തിയ രീതിയിലുള്ള കോട്ടണൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പരുത്തി കൃഷിയൊക്കെ ചെയ്യാൻ ഇവര് കൂടുതൽ മുൻകൈയെടുത്തു. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം കോയമ്പത്തൂരിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. 1947 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവിടെ കൂടുതലായിട്ട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. കാങ്കേയം എന്ന നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
പലയിടത്തെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ചാണകവും അതുപോലെ നൂല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പുതുതായിട്ട് കൊണ്ടുവന്നു. അതുപോലെ റെയില്, റോഡ്, അങ്ങനെയുള്ള മാർഗങ്ങൾ എല്ലാം ആയിട്ട് ഈ നഗരത്തിനെ ബന്ധിപ്പിച്ചു. പലയിടത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. മാരിയമ്മൻ ക്ഷേത്രമുണ്ട്, പിന്നെ പെരുമാൾ ക്ഷേത്രമുണ്ട്. ഈ പെരുമാൾ ക്ഷേത്രം പറയുന്നത് വിഷ്ണു ക്ഷേത്രമാണ്. ദ്രവീഡിയൻ കൾച്ചറിൽ ആ ആർക്കിടെക്ചറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിർമ്മിക്കാൻ. പിന്നെ വിനായകർ ക്ഷേത്രങ്ങൾ നിറയുണ്ട്. അതിൽ ലോർഡ് ഗണേശയാണ് അല്ലെങ്കിൽ ഗണപതി ഭഗവാനെയാണ് ആരാധിക്കുന്നത്. പലയിടത്ത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം വാട്ടർ സ്കേഴ്സിറ്റി ആണ്, അതായത് ജലദൗർലഭ്യം. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. ധാരാളം സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും കൊണ്ടുവന്ന് നഗരം വികസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിലും അതിന് പരിഹാരങ്ങളും ഇവിടെ തന്നെ ആസൂത്രണം ചെയ്ത് അത് നല്ല രീതിയിലേക്ക് നഗരത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പൗരാണിക കാലത്ത് കാങ്കേയം കൊങ്ക് നാടിന്റെ തലസ്ഥാനമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ച് 11ാം നൂറ്റാണ്ടില്. അപ്പൊ 11ാം നൂറ്റാണ്ടിലെ ആ കാലത്തുള്ള ഒരു വട്ടെഴുത്തിന്റെ ഒരു ബ്ലോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ കുറെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് തിരുപ്പൂർ ജില്ലയുടെ ഒരു സെക്കൻഡ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ്. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 32,147 പേരാണ്. ഈ കാങ്കേയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ധാരാളം റൈസ് മില്ലുകളുണ്ട്. അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ പല ഭാഗത്തു നിന്നും, ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്തു നിന്നും, കർണാടകയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇവിടെ നെല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ അത് അരിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷൻ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇവിടുന്നാണ് വരുന്നത്. കോക്കനട്ട് ഓയിൽ മാത്രമല്ല, ഗ്രൗണ്ട് നട്ട് ഓയിലും ഉണ്ട്. അപ്പോൾ ഓയിൽ എക്സ്ട്രാക്ഷൻ അങ്ങനത്തെ മില്ലുകൾ ധാരാളം ഉണ്ട്. നമ്മൾ റോഡിന്റെ സൈഡിലൊക്കെ പലതും കാണാനുണ്ട്. അതൊക്കെ ഈ മില്ലുകളാണ്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ഗീ പ്രൊഡക്ഷൻ, അതായത് നെയ്യ്, അതൊക്കെ ഇവിടുന്നാണ് വരുന്നത്. പീനട്സ്. അപ്പോൾ ഇതൊക്കെയാണ് കാങ്കേയത്തിന്റെ പ്രത്യേകത. കാങ്കേയം ഒരു വ്യവസായ നഗരമാണ്. പിന്നെ കാങ്കേയത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു കാളയുണ്ട്. ഇനി കാങ്കേയം കാള എന്നാണ് പറയുക, ഒരു കാളയല്ല. ആ കാളകളെ കാങ്കേയം കാളകൾ എന്നാണ് പറയുക. ഈ കാങ്കേയം കാളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ വളരെ ശക്തിയുള്ളതും വളരെ കുറഞ്ഞ ന്യൂട്രീഷൻ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിച്ചാലും അവയ്ക്ക് ആ ആരോഗ്യം നിലനിർത്താൻ കഴിയുമായിത്രേ. പക്ഷെ ഇപ്പൊ എന്തോ കാരണം കൊണ്ട് അതിന്റെയൊക്കെ എണ്ണം ക്ഷയിച്ചിട്ടുണ്ട്, അവ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ കാങ്കേയം എന്നുള്ളതിന് പല പേരുകളുണ്ട്. കനകയം എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ പറയാറുണ്ടത്രേ. ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ഇതൊക്കെ അധികം വിൻഡ് മില്ലിൽ നിന്നൊക്കെ വരുന്നതാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ തിരുപ്പൂരിൽ നിന്ന് ഈ കാങ്കേയത്തേക്ക് വരണമെങ്കിൽ 28.6 കിലോമീറ്റർ ആണ്. അപ്പൊ കാങ്കേയത്തുള്ള പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 2011 കണക്ക് പ്രകാരമാണ് 16,181. സ്ത്രീകളാണെങ്കിൽ 15,966. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മില്ലുകളുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 500-ലധികം ഉണ്ട് ഇത്ര മില്ലുകൾ ഇവിടെ. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തഞ്ചാവൂര് ചോളമണ്ഡലം എന്ന് പറയുന്നത് കാവേരി ഡെൽറ്റയുടെ ഭാഗത്തുള്ളതും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കർണാടക ഒക്കെ പറഞ്ഞില്ലേ, അവിടുന്ന് ഉള്ളതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടുന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മാത്രമല്ല, യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലേക്കൊക്കെ ഇവിടുന്ന് റൈസ് കയറ്റി അയക്കുന്നുണ്ട്. ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ക്വാളിറ്റേറ്റീവ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ തിരുപ്പൂർ ജില്ലയെ കുറിച്ച് പറയുമ്പോൾ വെറും വസ്ത്രത്തിന്റെ മാത്രമല്ല തിരുപ്പൂർ ജില്ലയിൽ. തിരുപ്പൂരുണ്ടാവും, ഇവിടെയൊക്കെ പല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഇവിടെയും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവരത് പരിഹരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പൊ വിശാലമായ തെങ്ങിൻ തോട്ടം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പൊ തെങ്ങിൻ തോട്ടം കുറഞ്ഞു വരികയാണ്. ഇവിടെ ആണെങ്കിൽ അത് കൂടി വരുന്നു. അപ്പോൾ ഗവൺമെന്റ് അഗ്രികൾച്ചറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇളനീര് കുടിച്ചു വിടുന്നത്, നല്ല മധുരമുള്ള ഇളനീരാണ്. അപ്പോ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയൊക്കെയാണ് കൃഷിയെ പരിപോഷിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നത് എന്നതുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവർ ഏത് മേഖലകളും അല്ലെങ്കിൽ ഏത് കൃഷിയും ഇവിടെ പരീക്ഷിച്ച് നോക്കി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും തരിശായ ഭൂമി ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ. വെള്ളൈക്കോവിൽ എന്ന ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിലൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടോ, ഇതൊക്കെ പണി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് തോന്നുന്നു. കാരണം അതിന്റെ പെയിന്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല വൃത്തിയുള്ള റോഡുകളാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ഈ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ വെള്ളൈക്കോയിൽ എന്നുള്ള പേര് കിട്ടാൻ കാരണം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ് ആ ക്ഷേത്രം. അതുകൊണ്ടാണ് അത്ര വെള്ളക്കോയിൽ എന്ന് പേര് കിട്ടിയത്. ഇത് ഞാൻ ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ആരൊക്കെയാണ് ഇവിടെ ഭരിച്ചിരുന്നത് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള അതിന്റെ അങ്ങനത്തെ ഒരു എന്താ പറയാ തെളിവ് സഹിതമുള്ള പേരുകളൊന്നും കിട്ടിയിട്ടില്ല. ഈ വില്ലേജ് ഇവിടെ സ്ഥാപിച്ചത് 1938 അത്രേ. അപ്പോൾ ഇവിടെ ഇത് വലിയൊരു പഴക്കമൊന്നുമില്ല. പക്ഷെ ഇത് ഈ ഭാഗങ്ങളെല്ലാം ചോളന്മാരുടെ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിന്റെയും ഭാഗമായിരുന്നു. അപ്പോ ഇവിടുത്തെ ഒരു പ്രധാന തൊഴില് എന്ന് പറയുന്നത് ബ്രിക്ക് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടിക ചുടുകട്ടകൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ പല വീടുകളും കാണാം ചുടുകട്ടകൾ. ഇവിടുത്തെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചുടുകട്ട ഉണ്ടാക്കാൻ പറ്റിയ കളിമണ്ണ് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം സ്പിന്നിങ് മില്ലുകൾ ഉണ്ട്. നല്ല കൈത്തറി ഇവിടെ ഉണ്ട്. കൈത്തറി വ്യവസായം നടക്കുന്ന സ്ഥലമാണ്. പിന്നെ പവർ ലൂം അങ്ങനെയുള്ള ഇതുമുണ്ട്. പവർ ഉപയോഗിച്ചിട്ടുള്ള വീവിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ഓയിൽ മിൽസ് ധാരാളം ഉണ്ട്. എന്ന് പറഞ്ഞ ഒരു വ്യവസായ നഗരമാണ് ഇവിടെ. ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമുള്ളത് അരുൾമിகு വീരകുമാര സ്വാമി ക്ഷേത്രമാണ്. വീരകുമാര സ്വാമിയുടെ രൂപമാണത്ര ഇവിടെ ഉള്ളത്. അതായത് മുരുക ഭഗവാനാണ്. അതുപോലെ തന്നെ അപ്പൊ ആ ക്ഷേത്രം ഇപ്പൊ എവിടെയാണ്, ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാല് കരൂര് കോയമ്പത്തൂര് റൂട്ടിലാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 സിദ്ധർമാരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അരുൾമിகு വീരകുമാര സ്വാമി ക്ഷേത്രം. പിന്നെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട്. പിന്നെ ഉള്ളത് വെള്ളൈക്കോവിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. നല്ല ക്ഷേത്രമാണ്, കുറച്ച് പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ കാണാം. ഞാൻ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയിട്ടുള്ള ഒരാളാണ്. 2013 ഞാൻ വെള്ളൈക്കോവിൽ സന്ദർശിക്കുന്നത്. അന്ന് ഈ നഗരം ഇത്രമാത്രം വികസിച്ചിട്ടില്ല. അതുപോലെ ഈ റോഡ് 2 വരി റോഡായിരുന്നു. ഇപ്പോ നല്ല വികസനം കാണാനുണ്ട്. നഗരമൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ വിൻഡ് മില്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് വിൻഡ് മില്ലുകളൊക്കെ ഉണ്ട്. യാത്ര തുടരുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി 20 കിലോമീറ്റർ മാത്രം. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.